ഹായ് സുഹൃത്തുക്കളെ, വളരെ കാലത്തെ ഒരാഗ്രഹമായിരുന്നു വയർലെസ് മൈക്ക് വാങ്ങിക്കണം എന്നുള്ളത്. ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന ഈ ഒരു മൈക്ക് ഞാൻ ആമസോണിൽ നിന്നും ഇപ്പോൾ വാങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇൻഡോർ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഔട്ട്ഡോർ സൗണ്ട് ക്വാളിറ്റിയും ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ റിവ്യൂവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. തീർച്ചയായിട്ടും ഈ മൈക്ക് നിങ്ങൾക്കും ഇഷ്ടമാകും. ഒരുപാട് കാലമായിട്ട് ഈ ഒരു മൈക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ഒരു മൈക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ റിവ്യൂ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്കൊന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ബോക്സ്. ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 ആണ്. ഇവിടെ ചെറുതായിട്ട് എഴുതിയായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ടൈപ്പ് C എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ കോംബോ വേർഷൻ ഉണ്ട് കേട്ടോ. അതായത് ഐഫോണിലും കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും കണക്ട് ചെയ്യാം, ക്യാമറയിലും കണക്ട് ചെയ്യാം. അതിൻ്റെ കോംബോ വേർഷൻ ഉണ്ട്. ഇത് ഞാൻ ടൈപ്പ് C മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും കാർഡുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഒരു കാർഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ തന്നിട്ടുണ്ട്. ആ മൈക്കിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ അതിൻ്റെ വാറൻറ്റി കാർഡും അതുപോലെ തന്നെ അതിൻ്റെ കാറ്റലോഗും ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് മൈക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ലൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേസാണിത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതാണ് മൈക്ക്. വളരെ ചെറിയ മൈക്കാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു മഞ്ഞ സ്വിച്ച് കാണുന്നുണ്ടല്ലോ, അത് നോയ്സ് ക്യാൻസലേഷൻ്റെ സ്വിച്ചാണ്. ഓക്കെ, വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ റിസീവർ. ഇതിൻ്റെ റിസീവറിനും നല്ലൊരു പ്രത്യേകതയുണ്ട്, അതൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോയിൽ പറയാം. 2 ട്രാൻസ്മിറ്റർ ഉണ്ട്. നമുക്ക് 2 പേർക്ക് ഒരേ സമയത്ത് കണക്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഇതിൻ്റെ മൈക്കിൻ്റെ ഡിസ്റ്റൻസും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ നമുക്കൊന്ന് വിശദമായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിസീവർ നമുക്ക് ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. C ടൈപ്പ് ഞാൻ വാങ്ങിയത് ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് അവിടെ ഒന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ഇവിടെ അത് കാണിക്കുന്നുമുണ്ട്. ഞാനിപ്പോൾ ലോക്ക് തുറക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കണക്റ്റായി കഴിഞ്ഞാൽ ഇവിടെ ആ ലൈറ്റ് ഇവിടെ ബ്ലൂ കളറിൽ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ട്രാൻസ്മിറ്ററായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലിങ്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. 2 മൈക്കിൻ്റെ ആ ഒരു ലൈറ്റാണ് ഇവിടെ ബ്ലിങ്ക് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഒരു മൈക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയിക്കോളും. ഞാനിപ്പോൾ അത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഒരു ട്രാൻസ്മിറ്ററിൽ ഇത് റിസീവർ കണക്റ്റ് ആകുമ്പോൾ ആ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ലൈറ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു മൈക്ക് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈമേ നമ്മളങ്ങനെ ചെയ്യേണ്ടു, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റ് ആയിക്കോളും. ഓക്കെ, ഇവിടെ ആ സൈഡിലൊക്കെ ആ ചാർജ് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒഴിവാക്കണം. ഇപ്പോൾ ട്രാൻസ്മിറ്ററിലും റിസീവറിലും ബ്ലൂ കളറുള്ള ആ ഒരു ലൈറ്റാണ് കാണുന്നത്. ജസ്റ്റ് അവിടെ നിന്ന് ആ മഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഗ്രീൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അത് നോയ്സ് ക്യാൻസലേഷൻ്റെ ബട്ടണാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഗ്രീൻ കളറാകും. അതുപോലെ തന്നെ ഇവിടെ റിസീവറിലും അതേ ലൈറ്റ് ബ്ലൂ കളറിൽ കത്തി നിൽക്കുന്നത് ഗ്രീൻ കളറായിട്ട് മാറുകയും ചെയ്യും. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഗ്രീൻ കളറായിട്ടുണ്ട്. ഞാൻ ഒരു ട്രാൻസ്മിറ്റർ മാത്രമേ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് മറ്റേത് ഇങ്ങനെ ബ്ലിങ്കായി നിൽക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ പുതുതായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഒരു സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ചാർജിങ് കേസിലിട്ട് കഴിഞ്ഞാൽ ഇത് ചാർജ് ആകുകയുള്ളൂ. ഓക്കെ, അതൊക്കെ റിമൂവ് ചെയ്യണം. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. തൽക്കാലം ഞാനിപ്പോൾ ഞാനത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് നമുക്ക് തന്നിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ
ഇതിൻ്റെ അകത്ത് നമുക്കൊരു നല്ലൊരു ബാഗ് തന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബാഗ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഇപ്പോൾ 2 വിൻഷീൽഡ് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പുറത്തൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം പൊടിയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി വിൻഷീൽഡ് അത് 2 തന്നിട്ടുണ്ട്. അതിന് പുറമെ മറ്റൊരു സംഭവം കൂടി ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, 2 മാല പോലുള്ള സംഭവമാണ്. ഇത് നമുക്ക് ഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മാല പോലെ ഇട്ടിട്ട് ഇവിടെ മാഗ്നറ്റാണ് കേട്ടോ. ഇവിടെ നമുക്ക് മൈക്ക് ഒട്ടിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തുള്ളവർക്കൊന്നും കാണാനേ പറ്റില്ല. ഓക്കെ, പിന്നെ നമുക്കൊരു കേബിൾ തന്നിട്ടുണ്ട്. USB Type C കേബിളാണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. പിന്നെ അതിന് പുറമെ നമുക്ക് മറ്റൊരു സംഭവം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. 2 ക്ലിപ്പാണ്. ഓക്കെ, ഇതിലും മാഗ്നറ്റാണ്. ഇത് നമുക്ക് ഷർട്ടിനൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. കണ്ടോ, ഇത് മാഗ്നറ്റാണ്, 2ഉം മാഗ്നറ്റാണ്. മൈക്കിലും മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, ഇത് 2 തന്നിട്ടുണ്ട്. നമുക്ക് ഷർട്ടിന് എവിടെയെങ്കിലും കോളറിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതും നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള 2 ക്ലിപ്പാണ് തന്നിട്ടുള്ളത്. വളരെ ഇഷ്ടമായി എനിക്ക്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് അതിൻ്റെ മാഗ്നറ്റിൻ്റെ പവർ ഇതാ, നല്ല പവറാണ്. ഇവിടെ ദൂരത്ത് നിന്ന് തന്നെ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. പിന്നെ മൈക്കിൻ്റെ അകത്തും ആ സംഭവം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ റിസീവ് ഞാനിവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം കണക്റ്റ് ആയിട്ടില്ല. നമുക്കിത് ഡിസ്കണക്ട് ചെയ്യാം. ലോങ് പ്രസ് ചെയ്തിട്ട് ഡിസ്കണക്ട് ചെയ്യാം കേട്ടോ. പക്ഷേ അങ്ങനെ ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നേരെ നമുക്ക് ആ ചാർജിങ് കേസിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആകും. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ, ഞാനിപ്പോൾ റിസീവർ റിമൂവ് ചെയ്ത് തന്നെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ടുണ്ട്. ഓക്കെ, നമുക്ക് റിസീവർ എടുക്കാതെ തന്നെ മൊബൈലിൽ ചാർജ് കുറവാണെങ്കിൽ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ആ ഒരു പോർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതുപോലെ തന്നെ ചാർജിങ് കേസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് വേണം. അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് വേണം ചാർജിങ് കേസിൽ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. 2 സൈഡിലുള്ള ആ ഒരു സ്റ്റിക്കറും ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു സംഭവം താഴെ വരുന്ന രൂപത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ചാർജ് ആകുള്ളൂ. ഇവിടെ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഗ്രീൻ കളർ കാണും, അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റിസീവറിൽ ഇവിടെ കണ്ടോ ഒരു മഞ്ഞ ബട്ടൺ, അതും നമുക്ക് നോയിസ് ക്യാൻസലേഷനിലുള്ള ബട്ടണാണ്. അതിലൂടെ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ചാർജിങ് കേസിൽ ഇവിടെ ലൈറ്റുകൾ കാണുന്നില്ലേ, നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ടുണ്ടോ ഇല്ലെന്ന് ഇവിടെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ലൊരു ചാർജിങ് കേസാണ്. ഇവിടെ ബാക്ക് ഭാഗത്ത് നമുക്ക് ആ ചാർജിങ് പോർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, Type C കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ ചാർജ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ മൈക്കിൽ തന്നെ ഒരു മാഗ്നറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. റൗണ്ടായിട്ട് നമുക്ക് ഷർട്ടിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിച്ചാൽ മതി. വളരെ ഫാസ്റ്റായിട്ട് നല്ല സ്ട്രോങ്ങോടുകൂടി ഒട്ടിപ്പിടിക്കുന്ന ഒരു മാഗ്നറ്റാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നൽകിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, ഇൻഡോർ സൗണ്ട് ക്വാളിറ്റിയും ഔട്ട്ഡോർ സൗണ്ട് ക്വാളിറ്റിയും നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഇത് നിങ്ങൾ ആമസോണിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ 13,990 രൂപയ്ക്ക് കോംബോ വേർഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഐഫോണിലും ആൻഡ്രോയിഡിലും ക്യാമറയിലും നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഐഫോൺ വേർഷൻ മാത്രമാണ് വേണമെങ്കിൽ അതിൻ്റെ ലൈറ്റ്നിങ് വേർഷൻ തന്നെ 11,990 രൂപയ്ക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് Type C വേർഷനാണ് വേണമെങ്കിൽ ഇത് 10,990 രൂപയ്ക്ക് ഇതിൻ്റെ Type C വേർഷൻ ആൻഡ്രോയിഡിൻ്റെ വേർഷൻ നിങ്ങൾക്ക് കിട്ടും. അതാണിപ്പോൾ ഞാൻ വാങ്ങിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി 30 മണിക്കൂറോളം നിലനിൽക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ്, ക്യാമറയുമായിട്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഏകദേശം 30-40 മീറ്റർ വരെ ഇതിൻ്റെ സൗണ്ട് കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഒരു മൈക്കിൻ്റെ ഇൻഡോർ സൗണ്ട് വോയിസ് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ നോർമൽ മോഡിലാണ് ഉള്ളത്. അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു സൗണ്ട് വ്യത്യാസവും ഇനി ഞാനിപ്പോൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആകുമ്പോഴുള്ള സൗണ്ട് വ്യത്യാസവും നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ സാധിക്കും. ഇനി ഞാനിപ്പോൾ ആ ഒരു ഇവിടെ ഒരു മഞ്ഞ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മഞ്ഞ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആകും. നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നേരത്തെ കേട്ട സൗണ്ടും ഇപ്പോൾ കേൾക്കുന്ന സൗണ്ടുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ
കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൗണ്ട് ഈ ഒരു മൈക്കിൻ്റെതാണ്. നല്ലൊരു ക്രിസ്പി സൗണ്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇൻഡോർ സൗണ്ട് ക്വാളിറ്റി ഇതാണ്. ഇനി ഔട്ട്ഡോർ നമുക്ക് പുറത്തുനിന്ന് എന്താണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, ഇതിൻ്റെ വോയിസ് ക്വാളിറ്റിയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എത്ര ദൂരത്ത് വരെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തുള്ള സൗണ്ട് ക്വാളിറ്റിയുടെ വേരിയേഷൻ, ഇത് തമ്മിലുള്ള വേരിയേഷൻ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കൊന്ന് പുറത്ത് പോയാലോ. ഞാനിപ്പോൾ ഔട്ട്സൈഡ് ഏരിയയിലാണുള്ളത്. ഇനി നമുക്ക് മൈക്കിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എത്രത്തോളം ഇത് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് ദൂരത്തേക്ക് നടന്നു പോവുകയാണ്. ഓക്കെ, എത്ര ദൂരത്ത് ഇത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ തിരിഞ്ഞു നിന്നിട്ടാണ് നടന്നു പോകുന്നത്. ഓക്കെ, അതിൽ സൗണ്ട് കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല കടലിൻ്റെ ഏരിയ ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സാധാരണ നോർമൽ ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു നല്ല ദൂരത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല, ഇപ്പോൾ എൻ്റെ സൗണ്ട് അതിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനിയിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ കിട്ടുക. ഇവിടെ കടലിൻ്റെയൊക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ കുറച്ചും കൂടി ദൂരത്തേക്ക് പോവുകയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം ഇത് കേൾക്കുന്നുണ്ടെന്ന്. ഇപ്പം വളരെ ദൂരത്തെത്തിയിട്ടുണ്ട്. ഇപ്പം സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വളരെ ദൂരത്തെത്തിയിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് ഇപ്പോൾ കാണുന്നുണ്ടാകുക നിങ്ങൾക്ക്. എന്നാലും നമുക്ക് കുറച്ചുകൂടി ദൂരത്ത് പോവാം. ഇത്രയും ദൂരത്തൊന്നും ഒരിക്കലും വീഡിയോ എടുക്കില്ല. എന്നാലും ഞാൻ കുറച്ചുകൂടി ദൂരത്ത് പോവാണ്. ഈ മൈക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്ത് ഞാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കടൽക്കരയാണ്, അതിൻ്റെ അടുത്തുള്ളൊരു റോഡാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഞാനിപ്പോൾ വളരെ ദൂരത്തിലാണുള്ളത്. എന്നിട്ട് ഇത് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വളരെ ദൂരത്താണ് ഞാനുള്ളത്. വീണ്ടും ഞാൻ പുറകോട്ട് പോവുകയാണ്. വീണ്ടും പുറകോട്ട് പോവുകയാണ്. ഒരുപാട് ദൂരത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. മൈക്കിൻ്റെ കമ്പി എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാനിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഇവിടെ ഓണാക്കിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഇവിടെ ഓണായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ സൗണ്ടിൻ്റെ വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇവിടെ കടലിൻ്റെയൊക്കെ നല്ല സൗണ്ട് വരുന്നുണ്ട്. എന്നാലും കുറേ വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സൗണ്ടിൽ. ഒരുപാട് ദൂരത്ത് ഞാൻ പോയിട്ടുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരത്ത് പോയത്. ഔട്ട്ഡോറിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ടാവുമെന്നാണ് കമ്പനി പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരത്ത് പോയത്. ഇനിയും ദൂരത്ത് പോകാം. എന്നാലും ഈ ക്യാമറയിൽ അതിൻ്റെ സൗണ്ട് വന്നിട്ടുണ്ടോയെന്നറിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ മൈക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇതിലൂടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.